അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ചിക്കൻ സിസ്ലറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ സിസ്ലർ, ചിക്കൻ സ്റ്റേക്ക് എന്ന് പറയും. സിസ്ലർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു പ്ലേറ്റ് ആണ്. അത് ചൂടാക്കി അതിൽ വെക്കുമ്പോൾ അത് ചിക്കൻ സിസ്ലർ ആയിട്ട് മാറും. അപ്പൊ അത് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റുമോ? അതാ പറയാം വരൂ. ഇതാ ബ്രസ്റ്റ് പീസ് ചിക്കൻ. ഇതാണ് ചിക്കൻ്റെ ജസ്റ്റ് നെഞ്ചിന്റെ ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇതാ സോസ് ഐറ്റങ്ങൾ. ടൊമാറ്റോ സോസ്, ഓയിസ്റ്റർ സോസ്, ഡബ്ല്യു സോസ്, ഈ 3 ഐറ്റം ഉണ്ട്. പിന്നെ അതാ കുരുമുളക് പൊടി, പിന്നെ അതാ ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ ബട്ടർ, പിന്നെ ഇത് കാബേജ് അത് അവസാനം ഇടുന്നതാണ്. കാബേജ് ഇതൊക്കെ അത് ഡെക്കറേഷൻ വരുന്നതാണ്. അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ്, ബോയിൽഡ് വെജിറ്റബിൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. ഇത് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചോപ്പ് ചെയ്തെടുക്കണം. അതായത് ബ്രസ്റ്റ് പീസ് ഇതേപോലെ ചോപ്പർ വെച്ച് കൊത്തി അതിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കണം. എങ്കിലേ സ്പൂൺ പോർക്ക് വെച്ച് എടുക്കുമ്പോൾ അത് വരുള്ളൂ. ഇനി ഇതിനെ മുട്ടയിൽ മുക്കി മൈദയിൽ മുക്കി ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം അടുത്ത സോസിലിടാൻ. ഇത് ചിക്കനിലും ഉണ്ട്, ബീഫിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനാണ് റെഡിയാക്കുന്നത്. നമ്മളത് 2 ബ്രസ്റ്റ് പീസ് കൊണ്ട് 2 എണ്ണം റെഡിയാക്കാം. ഇതിങ്ങനെ വെട്ടുമ്പോൾ ഇത് മുറിഞ്ഞു പോകത്തില്ലേ? മുറിഞ്ഞു പോകാൻ പാടില്ല. മുറിഞ്ഞു പോകാത്ത രീതിക്ക് വെട്ടണം. പീസായി പോകാൻ പാടില്ല. ഇതെല്ലാം നേരത്തെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഇനി ഇത് വെള്ളത്തിലിടാൻ പറ്റത്തില്ല, കഴുകാനും പറ്റത്തില്ല. ഇളകി പോകുന്നില്ല, വെള്ളം കയറി പോകും. അപ്പം നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റെഡിയായി. ഇതിനെ ഇനി സോൾട്ട് ആൻഡ് പെപ്പർ സോസൊക്കെ തടവിയിട്ട് നമുക്കിതിൽ കുറച്ച് സാൾട്ട് ആയിട്ട് കൊടുക്കാം. നാരങ്ങ ഇവിടെ പിഴിയാനുണ്ട്. ലൈം വാട്ടർ. ലൈം വാട്ടർ ഒഴിക്കുന്നത്? ഇത് ലൈം വാട്ടർ ഒഴിച്ചാൽ ഇത് മസാല എല്ലാം പെട്ടെന്ന് പിടിക്കും. ഉപ്പ് പിടിക്കും, പുളിയും എല്ലാം ഇതും മസാലകൾ പെട്ടെന്ന് കയറി പിടിക്കും. മീനായാലും ഇറച്ചിയായാലും നാരങ്ങ നീരും അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ മസാല കയറി പിടിക്കും. ഇതിന് ആവശ്യം മുട്ട ഉണ്ട്. 2 മുട്ട എടുത്ത് അടിച്ച് റെഡിയാക്കാം. മുട്ട ഇത് മുട്ടയിൽ മുക്കിയിട്ട് വേണം ഇത് മൈദയിൽ മുക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് ഓയിൽ ഫ്രൈ ചെയ്യണം. KFC ചിക്കൻ പോലെയാണോ? അല്ല, അതുപോലെ തോന്നാം, പക്ഷെ അതല്ല. KFC ചിക്കൻ അല്ല ഇത്. ഇത് വേറെ ഒരു രീതിയാണ്. അപ്പോൾ മൈദയിൽ മുക്കിയാണ്. മുട്ട എടുത്ത് ഇതിൽ 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോസ് ആഡ് ചെയ്യാം. ഡബ്ല്യു സോസും ഓയിസ്റ്റർ സോസും. നേരത്തെ പറഞ്ഞ 3 സോസ് ഇതിൽ ആഡ് ചെയ്യണോ? ഇല്ല, 2 മതി. ജസ്റ്റ് ഒന്ന് അതിൽ മസാല പിടിക്കട്ടെ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വീണ്ടും നമ്മൾ ഇതേ സോസിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നത്. ചിക്കനിൽ സ്റ്റോക്ക് വെള്ളം കൂടെ ഒഴിച്ച് കിട്ടിയപ്പോൾ നന്നായിരിക്കും. അതാ മൈദയിൽ ഒക്കെ നീ ഇത് മുക്കിയ ശേഷം ഇനി മുക്കുമല്ലേ? മുട്ടയിലൊന്ന് മുക്കും.
അപ്പോൾ നല്ല ഫ്ലഫി പോലെ വരും. എന്താ വെച്ചാൽ നമ്മൾ KFC ചിക്കനൊക്കെ ഇല്ലേ അതുപോലെ തന്നെ വരും. പക്ഷേ KFC ചിക്കൻ സോസിൽ ഇടത്തില്ല. ഇത് നമ്മൾ സോസിലൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യും. ഓയിൽ കത്തിക്കുന്നതായിരുന്നു. ഓയിൽ കത്തിച്ചിരിക്കുകയായിരുന്നേ. അപ്പോഴത്തേക്ക് ഓയിൽ ഒന്ന് ഹീറ്റാവട്ടെ. ഈ ഒരു പ്രോസസ്സ് എത്ര പ്രാവശ്യം ചെയ്യും? ഇത് 2 പ്രാവശ്യം. ഇനിയില്ല, ഇത് ഇനി ഓയിൽ ഫ്രൈ ചെയ്യും. അത്ര ഇത് ഓയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അതല്ലെങ്കിൽ ചിലർ തവായിൽ വെച്ച് ഗ്രില്ല് ചെയ്യും. മൈക്രോ ഓവനിലോ അല്ലെങ്കിൽ തവ പോലത്തെ ഇതിലാണെങ്കിൽ ഗ്രില്ല് ചെയ്താൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതെന്തിനാ ഇപ്പം എടുത്തത്? ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിൻ്റെ സൈഡാണ്. ഈ ചിക്കൻ റെഡിയാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട്. കുറച്ച് ആവാനുണ്ട്. ഇതായോ അപ്പൂപ്പ? ആയില്ല. ഇത് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യണം. ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്രൈ ചെയ്യണം. എന്തിനാ? അങ്ങനെ എങ്കിലേ ക്രിസ്പി ആവുള്ളൂ ഫ്രഞ്ച് ഫ്രൈസ്. ഇതെടുത്ത് മാറ്റാം. ഇത് ഹാഫ് ഫ്രൈ ആയി. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാം. അപ്പോഴത്തേക്ക് സോസൊക്കെ റെഡിയാക്കിയിട്ട് ഹാഫ് ഫ്രൈ ആയി. ഇനി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യണം. ഈ അടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അതെ. ഒരു മിനിറ്റ്, ഒരു ടൊമാറ്റോയും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. ക്രിസ്മസ് ടൊമാറ്റോ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നു. മതി, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അടുത്ത് ചിക്കൻ ഇടാല്ലേ? ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസ് ഇതാ. ഗ്യാസ് ആവാറായോ അപ്പൂപ്പ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കിയിട്ട് ഇത് പ്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടാവണം. നല്ല പഴുത്ത് വരണം, റെഡ് കളറിൽ വരണം. അപ്പോൾ എടുക്കാം കേട്ടോ. റെഡിയായി.
നമുക്ക് 2 ചിക്കനും ആയില്ലേ? ആയി. ഇനി അടുത്ത പണി എന്താ? ഇനി അടുത്ത് നമുക്ക് സോസ് റെഡിയാക്കണം. അത് ഇനി അതിനുള്ള ഐറ്റംസ് ഇനി എന്താ? എല്ലാം റെഡിയാണ്. നമുക്ക് ഇനി മിക്സ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് വെജിറ്റബിൾ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ചൂടാവട്ടെ. പാനിലാണോ ചൂടാക്കുന്നത്? ഇത് വെജിറ്റബിൾ ഇത് ഇങ്ങനെ കഴിക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ വെച്ച് ഇതിൻ്റെ ഒക്കെ സൈഡാണിത്. കുറച്ച് പെപ്പർ ഇടാം. എരിവിനാണ് ഇടുന്നത്. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഹോട്ടലിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നല്ല സെറ്റപ്പ് കാണും. പെട്ടെന്ന് എല്ലാം ചെയ്യുന്നു. ബട്ടർ ഇട്ടു. ഇടാണ് എന്താ? ഗാർലിക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി. അത് മഷ്റൂം ഒക്കെ ഇടാം. ഇപ്പം നമ്മുടെ അടുത്ത് മഷ്റൂം ഇല്ല. ഗാർലിക്. നമുക്ക് സോസ് ആഡ് ചെയ്യാം. ഓയിസ്റ്റർ സോസ് ഒരു 2 സ്പൂൺ. W സോസ്, ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് മധുരം നോക്കിയിട്ട് പിന്നെ വീണ്ടും ഒഴിക്കാം. മധുരത്തിനനുസരിച്ച് ഒഴിക്കാം അല്ലേ? അതെ, എല്ലാ സോസിലും മധുരം കാണും, പൊടി കാണും. ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഉള്ളതാണ്. നല്ല തിളക്കട്ടെ. പൗഡർ ഇടാം. പെപ്പർ പൗഡർ അല്ലേ? ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ നല്ല ടേസ്റ്റ് കിട്ടും. ടൊമാറ്റോ സോസ് കുറച്ചുകൂടെ വേണം. ഇത് കൂടുതൽ എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇത് കൂടുതലായിട്ട് എവിടെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ വിദേശ ആൾക്കാരാണ് കൂടുതൽ കഴിക്കുന്നത്. യൂറോപ്യൻസ്,
അമേരിക്ക, റഷ്യ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ കൂടുതലും കഴിക്കുന്നത്. അതൊക്കെ അവിടെ മെയിൻ ഫുഡാണല്ലേ? അതെ അതെ. ഈ ചിക്കൻ ഇട്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ ചിക്കൻ ഇട്ട് സോസും കൂടെ ആയിട്ട് നല്ല ഈ സോസ് ഒന്ന് ടൈറ്റാനിയസ് എടുത്ത് മാറ്റും. നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഹോട്ടലിലാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സെറ്റപ്പുകൾ കാണും, വലിയ റേഞ്ചാണ്, വലിയ പാത്രങ്ങൾ കാണും, അതിനനുസരിച്ചുള്ള ഇതൊക്കെ കാണും. ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും നമുക്കിത് ചെയ്ത് കാണിക്കണമല്ലോ. സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വലിയ വലിയ ആൾക്കാർ മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ, കാണുന്നുള്ളൂ. സാധാരണപ്പെട്ടവരൊക്കെ ഇതൊക്കെ അറിയണ്ടേ? അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. കുരുമുളക് ഇനി ഇടണോ? വേണ്ട വേണ്ട, ഇത് മതി. ഒരു സ്പൂൺ കുരുമുളക് വെച്ച് ഈ ബ്ലാക്ക് പെപ്പർ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടുന്നത്. സാധാരണ അവരൊക്കെ വൈറ്റ് പെപ്പറാണ് ചേർക്കുന്നത്. നമുക്കിവിടെ എരിവും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ് നമ്മൾ ഈ ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നത്. ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഫിംഗർ ചിപ്സ് ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കാറുണ്ട്. ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്നുകൂടെ ഹീറ്റാക്കണം. കുറച്ച് ക്രീം കൂടെ ചേർക്കാനുണ്ട്. ഫ്രഷ് ക്രീം കൂടെ ചേർത്താലേ അമ്മ വിചാരിക്കണം. ഇപ്പോൾ സോസ് കണ്ടോ, നല്ല തിക്കായത് കണ്ട. നേരത്തെ വെള്ളം പോലെയല്ലേ ഇരുന്നത്, വെള്ളം സ്റ്റോക്ക് ഒഴിച്ചപ്പോൾ. ഇപ്പോൾ നല്ല തിക്കായില്ലേ? ഇതാണ് ചിക്കൻ സ്റ്റേക്ക്. ഇതാണ് ചിക്കൻ സ്റ്റേക്ക്. ഇത് പ്ലേറ്റിൽ കൊടുത്ത ചിക്കൻ സ്റ്റേക്ക് സിസ്ലറിൻ്റെ പ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ സിസ്ലർ. ഇതെന്തിനാ? ഇത് ആ പ്ലേറ്റിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ട്. സിസ്ലറിൻ്റെ മുകളിലിടാം. ഓക്കെ, ചിക്കൻ സിസ്ലർ.
ഫ്രഞ്ച് ഫ്രൈസ്. ചിക്കൻ ചിക്കന് ചൂടില്ല സ്പെഷ്യലാണ്.